വിത്തിന്റെ നമ്മളിപ്പോ ഒരു സ്പെഷ്യൽ ഓഫർ ആക്കിയിട്ടുണ്ട്. 40 ഐറ്റം. ഇത് കുറച്ച് ദിവസം ഓഫർ ഉണ്ടോ ഇപ്പൊ നമ്മൾ ഒരു റംസാൻ ഓഫർ ആയിട്ട് ഏത് വിത്ത് വേണ്ടവർക്ക് ചീരയൊക്കെ വെറുതെ ഈ വലിയ നല്ല ഇത്രയും നല്ല നല്ല പ്രിയൂർ 800 ഉള്ളൂ. ആ ഇത്രയും വലുത് ഇതിന്റെ വലിപ്പം കണ്ടില്ല, നല്ല വണ്ണം കണ്ടില്ലേ. ഇത് 800. ഇത് പ്രിയൂറാണ്, മറ്റേ കുളമ്പാണ്. ആ മാറ്റം നമ്മൾ ഇതുവരെ എത്താത്ത സംഭവം ഇപ്പൊ നമ്മളെ വീഡിയോസ് പറയണേ. നമ്മൾ വേറെ ഒരു സൈറ്റും കൂടി ഇപ്പൊ കാരണം എന്താ വെച്ചാൽ കഴിയൂല. ഇത് നമുക്ക് എന്തായാലും നമുക്ക് ഇവിടെ ഒന്നായിട്ട് നമ്മൾ ഈ സാധനം ഒന്നായിട്ട് ഇവിടെ നിറച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. എങ്ങനെ മിക്കവാറും നിങ്ങളെ ഭാഗത്തേക്ക് തന്നെ വരുന്നത്. അപ്പൊ നമ്മളിന്ന് ലിയ ഗാർഡനിൽ എത്തിയിട്ടുള്ളത്. ലൊക്കേഷൻ സെർച്ച് ചെയ്യുമ്പോൾ NP ലിയ ഗാർഡൻസ് കറക്റ്റ് ആയിട്ട് കൊടുത്താലേ ലൊക്കേഷൻ കറക്റ്റ് കിട്ടുള്ളൂ. ഇനിയും ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കൂടുതൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതിൽ കറക്റ്റ് ലൊക്കേഷൻ അറിയാൻ കഴിയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഫ്രൂട്ട്സ് പ്ലാനിൽ പരിചയപ്പെടുന്ന ഈ വീഡിയോയിലേക്ക് പോവാം. വിത്തിന്റെ നമ്മളിപ്പോ ഒരു സ്പെഷ്യൽ ഓഫർ ആക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ 30 ഐറ്റം ആണ് ഉണ്ടായത്. 30 ഐറ്റം ആണ് നമ്മൾ, അതായത് 300 റുപ്യ വാങ്ങിയിട്ട് എങ്ങനെ കൊറിയർ ചാർജ് അടക്കം ഡെയിലി 60 റുപ്യ 50 റുപ്യ ചെറിയ പാക്ക് ആണെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഈ ഒരു പോയിതാ ഇത് കൂടണമെങ്കിൽ നമ്മൾ DTDCയിൽ നമുക്ക് 50 റുപ്യ ഓൽക്ക് കൊടുക്കണം. നമ്മൾ പിന്നെ പോസ്റ്റ് ഓഫീസാണ് കുറവുണ്ട്. പോസ്റ്റ് ഓഫീസ്ക്ക് നമ്മളിപ്പോൾ നമ്മുടെ അടുത്തുള്ള നമ്മൾ പോസ്റ്റ് ഇത് ചെന്ന് നോക്കുമ്പോൾ ഇവിടെ എടുക്കൂല, അതിന് വേറെ സ്ഥലം. അപ്പൊ നമുക്ക് അതിനപ്പൊ പോസ്റ്റ് ഓഫീസൊക്കെ നമുക്ക് കഴിയൂല. കാരണം ചില സൗകര്യം നമ്മള് ഇല്ല, നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ കൊണ്ടുപോയി നോക്കുമ്പോ പോലും പറഞ്ഞത് നമ്മളെ അടുത്തുള്ള ഇപ്പൊ ഇവിടെ 2 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയപ്പോലെ പറഞ്ഞ് മക്കരപറമ്പ് കൊണ്ടുപോകണം. അതായത് ഇങ്ങനെ വിത്താക്കി നമ്മളിപ്പോ അതിന് വേണ്ടി 2-3 സാധനത്തിന് വേണ്ടി മക്കരപറമ്പിന്റെ അല്ല, അത് അഥവാ അവിടെ കൊടുത്താൽ എന്തൊക്കെയാ വന്നത്. നമുക്ക് ഏറ്റവും നല്ല DTDC അല്ലേ, അല്ലെങ്കിൽ ഗോകുലം, അതല്ലെങ്കിൽ വേറെ നീ ഓല് പറഞ്ഞു ഓല അടുത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ കൊടുക്കാം. അതിലെന്താ വെച്ചാല് 40 ഐറ്റം. ഇത് കുറച്ച് ദിവസം ഓഫർ ഉണ്ടോ ഇപ്പൊ നമ്മളൊരു ഒരു റംസാൻ ഓഫർ ആയിട്ട് ഏത് വിത്ത് വേണ്ടവർക്ക് ചീരയൊക്കെ വെറുതെ ഏതിപ്പോ സാധനം നമ്മളിപ്പോ കാട്ടിയതാണ്. നമ്മളെന്താ വെച്ചാൽ ഇനി ഓരോന്ന് നമുക്ക് അവിടെ തന്നെ കാണിച്ചാലോ. എന്താ നമ്മളിപ്പോ ഒരു പച്ചക്കറി അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇതിലിപ്പോ നമ്മളൊരു ഫ്രൂട്ട്സ് എന്തെങ്കിലും കുഴിച്ചിട്ട് കൊണ്ടിരിക്കോ, അതിന്റെ ചോട്ട് ഒരു നുള്ളു ചീര വിത്താണ് എറിഞ്ഞാൽ മതി. നമുക്ക് എന്താ പെരക്കാർക്ക് വേണ്ട ചീര അയിമെന്ന് അങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഇനിയിപ്പോ നമ്മൾ എന്ത് സാധനം ചാക്കിന് എന്തെങ്കിലും വേറെ പച്ചക്കറി ഇട്ടാണെങ്കിലും ശരി, ആ കൂടുതലൊക്കെ ഉണ്ടോ നമ്മൾ ചീര വേണ്ടത് നമ്മളങ്ങനെ ഇട്ടുക. അപ്പൊ വിത്തിന് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ഓഫർ 40 ഐറ്റം. ചീര തന്നെ 8 ഐറ്റം. പാലക് ചീര, സുന്ദരി ചീര, പാൽ ചീര, ബ്ലാത്താങ്കര ചീര, മയിൽപ്പീർ ചീര, റെഡ്, സാദാ, മറ്റേ റെഡും മിൽക്കി റെഡും. അപ്പൊ അങ്ങനെ മൊത്തം 40 ഐറ്റം സ്പെഷ്യൽ ഓഫർ നിലക്ക് നമ്മൾ ഈ റംസാൻ ഓഫർ ഒരു മാസത്തെ ഓഫർ 300 റുപ്യക്ക് DTDCയിൽ നടത്തും. 300 രൂപ. അതൊക്കെ ഹൈബ്രിഡ് വിത്തുകൾ കിട്ടാം. എല്ലാ സാധനം ഹൈബ്രിഡ് വിത്ത്, എല്ലാ സാധനം 40 ഐറ്റം തയ്ച്ചുണ്ടാവും. ഇപ്പൊ അത് ഇപ്പത്തെ ഓഫറാണ്. അത് മറ്റേ അതിന്റെ മുന്നൊക്കെ നമ്മൾ 30, 33 ഒക്കെ ആയിരുന്നു. അതിൽ മെഡിസിൻ പ്ലാന്റുകൾ ഉണ്ടാവും കേട്ടോ കുറച്ച് വേണ്ടവർക്ക്. ശംഖുപുഷ്പം നീലാമരി, ശംഖുപുഷ്പം വെള്ള, മെഡിസിൻ പ്ലാന്റ് ആ 3 ഉണ്ടാവും. പിന്നെ ബാക്കി 37 ഐറ്റം അത് പച്ചക്കറിയിൽ പെട്ടത്. അതിൽ 2 ഫ്രൂട്ട്സ് ഉണ്ടാവും, 3 ഫ്രൂട്ട്സ്, സമാമ്, സീറ്റ് കോണ്, സാദാ കോണ്, ബത്തക്ക. ബാക്കി 37 ഐറ്റം പച്ചക്കറി ഒക്കെ ഹൈബ്രിഡ് വിത്തുകൾ. അതിൽ കോംബോ ഓഫർ നിലക്ക് ഒക്കെ സുമാശി വെണ്ടന്നെ ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആനക്കൊമ്പ ഉണ്ടാവും. അതിന്റെ പുറത്ത് ചരങ്ങിയിലാണെങ്കിൽ നമ്മള് ഒക്കെ ഹൈബ്രിഡ് വിത്ത്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ കാണിച്ചാൽ ഇതിലിപ്പോ ഹൈബ്രിഡ് വിത്ത് ആകെ 50 ഗ്രാമാണ്. 50 ഗ്രാമിന് തന്നെ ഉണ്ടോ 500 റുപ്യ 400 റുപ്യുള്ള സാധനം. അത് 50 ഗ്രാമിന് കുറച്ച് എണ്ണ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ ഉള്ളത് നമ്മള് ഹൈബ്രിഡ് വിത്താക്കിയിട്ട് ഇത് ചെയ്യും. ഇപ്പൊ ഇതേമാതിരി 10 മണി നോക്കിയാൽ മതി. ഇതാകെ 10 ഗ്രാം ഉണ്ടാവുക. 10 ഗ്രാമിന് 1200 ഇതായി. സോറി 21 ഗ്രാം ഉണ്ട്. 21 ഗ്രാം. ചിലത് 10 ഗ്രാം കഴിയുമ്പോ തക്കാളി, ചിലത് ഇപ്പൊ സിറമുളക് ആണെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി 12 ഗ്രാം. അത് 10 ഗ്രാമും. അതിലിപ്പോ വില എത്ര? 660 ഇല്ല 600 എത്ര നമ്മളെ വില 600 ഗ്രാം ഉണ്ട്. എന്നാലും ഇപ്പൊ ആകത്തെ 10 ഗ്രാമുള്ളു. എന്നാലും എന്താ ഹൈബ്രിഡ് വിത്തുകളെല്ലാം ഓൾക്ക് ഉണ്ടാവും 40 തയ്ച്ചിട്ട് 40 പാക്കറ്റ് ആയിട്ട് കൊടുക്കാം. അതിന് വേണ്ടെന്ന് വെച്ചാല് നമ്മളെ ഇപ്പൊ അതിന് കാട്ടുന്ന വെച്ചാല് നമ്മളെ വിളിക്കണം എന്നില്ല. സീഡ് വിത്ത് കോംബോ ഓഫർ സ്പെഷ്യൽ 40 എന്ന് വെച്ചിട്ട് ഓഫർ ഇട്ടിട്ട് നമ്മളെ 90 30 25 70 28 വാട്സപ്പിൽ ചെയ്താൽ മതി. നമ്മളതേമാതിരി ഇപ്പൊ വാട്സപ്പിലൊക്കെ ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഫോൺ എടുക്കുന്നൊക്കെ ഒരു ഓർഡറുകൾ പ്രശ്നം വരുന്നുണ്ട്. അതിന് നമ്മള് ഒരു പുതിയ സിമ്മും കൂടി ഇപ്പൊ നമ്മൾ ഇത് റെഡി ആക്കുന്നുണ്ട്. അതിക്ക് എന്താ വെച്ചാല് നമ്മൾ ഈ നമ്മൾക്ക് ഉള്ളത് വാട്സപ്പിനും സാധക്കൊക്കെ ഒരു ഫോണാണല്ലേ. അപ്പൊ ഒരാൾ പറയും ഞാൻ അതിക്ക് അഡ്രസ്സ് അയച്ചുകൊണ്ടാണ് വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിന് ഇവിടെ ആ അഡ്രസ്സ് നോക്കാൻ നിൽക്കുമ്പോഴത്തേന് വേറെ കോളേജിലേക്ക് വന്നിട്ടുണ്ടാവും.
അപ്പൊ ഇതിന് ആ അഡ്രസ് അപ്പൊ നമുക്ക് നോക്കാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. പല ആൾക്കാർക്കും ഒരു പ്രശ്നം ഉണ്ട്, നിങ്ങൾ ഫോൺ എടുക്കണില്ല, അപ്പൊ അതുപോലെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വിളിക്കുന്നില്ല, മറുപടി തരുന്നില്ല എന്നൊക്കെ. അതിപ്പോ നമ്മള് അതിന് മുന്നത്തെ സ്റ്റാഫാണ് ഉസാറായിരുന്നു. അതിപ്പോ പെണ്ണ് ഓരോ സ്റ്റാഫാണ് വെച്ചുള്ള പ്രശ്നമാണ് അത്. കാരണം അവര് ഫോണ് മിസ് കോൾ കണ്ടുകൊണ്ട് തിരിച്ചടിക്കാൻ ഞാൻ പറച്ചിലുണ്ട്. അപ്പൊ ഓള് പറഞ്ഞത് ഒക്കെപ്പാടങ്ങൾ ഫോൺ അതുകൊണ്ടാണ് ഇപ്പൊ ഫോണിന്റെ നമ്മൾ സെറ്റപ്പ് ആവണുള്ളൂ. സിം ഇപ്പൊ ഒന്ന് കിട്ടി ആയിട്ട് നമുക്ക് സിമ്മിന്റെ അപ്പയിൽ കൊടുക്കാം. താൽക്കാലം ഓല് കോൾ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ കോളിംഗ് ആണെങ്കിൽ 80 89 44 26 MB അടിച്ചോട്ടെ. മറ്റേത് നിങ്ങൾക്ക് ഓർഡർ പ്രകാരമുള്ളൊക്കെ 90 37 25 28 വാട്സപ്പ് നമ്പർ നയിക്കായാലും കോൾ ചെയ്യുന്ന ഒഴിവായാല് കുറച്ച് കിട്ടും. അപ്പൊ ഇനി ഇതുപോലെ അങ്ങോട്ട് റെഡി ആവും. കോൾ ചെയ്താലും വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാലും കിട്ടും, റിപ്ലൈ കൊടുക്കാനും പറ്റും. അതെ, വാട്സപ്പ് കൂടി ആയിക്കോട്ടെ ഏറ്റവും അത് കൊറിയറും DTDC. ഇപ്പൊ പൈനാപ്പിള് നമ്മൾ പ്രത്യേകം പറഞ്ഞ 400 ആ 4 ആണ് വീട്ടിൽ കൊറിയർ ചാർജ് എത്തുമ്പോ 100 രൂപയും കൂടി കൂടും. അപ്പൊ 200 എന്നാലും അപ്പൊ ആൾക്കാർ വിളിച്ചു വെച്ചാൽ അപ്പൊ 200 ഉണ്ടോ? അപ്പൊ ഈ സംഭവം കൊറിയർ ചാർജ് ആണ്. ഇവിടെ ഒന്ന് വാങ്ങണേ 100 മതി. അത് ശരിയാണ്. കൊറിയർ ചാർജ് എന്തായാലും ഈടാക്കണ്ടേ. നല്ല ബുഷായി പൂവുള്ള നല്ല വലുതായാലും ഇത് കുറച്ച് വലുതാണ്. ഇത് 500 ഉണ്ട്. അതിന് ചെറുത് വേണമെങ്കിൽ 250 പൂവുണ്ട്. കുറച്ച് നല്ല വലുപ്പമുണ്ട്. ബ്ലാക്ക് ഇല്ല ഇതിന്റെ? അതിന് ബ്ലാക്ക് ഇതേമാതിരി പൂട്ടുണ്ട്. വലുതുണ്ട് 800, പിന്നെ ചെറുത് 400. കായുള്ള പൂട്ട് തന്നെ മണിനാട് തലക്ക കാട്ടാം. ആത്തിയിട്ട് കുറച്ച് വലുത്. ഇതിന്റെ ഒപ്പമുള്ള ഏതോ ഒന്നിമ പൂ ഒന്നിനും കിട്ടോ. അത് പോയോ ഇതും ആത്തിയിട്ട് ഇതൊക്കെ. ഇത്രയും നല്ല ഈ ബുഷായിട്ടുള്ള ചെടിയൊക്കെ എത്ര രൂപ കൊടുക്കുക? ഇത് നമ്മള് ബെഡാണ്. ഇതിന്റെ വീഗ്രാഫ്റ്റ് ആണെങ്കിൽ 800 ആയിരുന്നു. പക്ഷെ ബെഡ് വിലയാണ് 1500 1500. കാരണം ഇതേ കൂടി ഞാൻ ഇതൊക്കെ ഫ്ലവർ കണ്ടിട്ടാണ്. അപ്പൊ ഇതിനനുസരിച്ചുള്ള വിലയാണ്. അത് സാധാരണ ബനാനതാ മാങ്ങ പിടിച്ചതാ നല്ല തയ്യാണ് ബനാന. നല്ല അങ്ങനെ മേലക്ക് നോക്കി ഫുള്ള് ഇതാ മാങ്ങ പിടിച്ച ബനാന. അവിടെ തലക്ക് പൂവുണ്ട്. ഇതോ 1500. ആ സ്ഥാനത്ത് കുളമ്പ് ഇതാ വലുത് 800 ഉള്ളൂ. നല്ല വലുത് 800. കുറച്ച് പൂള് 800. പ്രിയൂര് ഇതാ പ്രിയൂര് ഫ്ലവറാണ്. ഇതോ പ്രിയൂര് 800 ഉള്ളൂ. 800. അപ്പുറത്തും പ്രിയൂറിന്റെ കുളമ്പ് അങ്ങനെ അതൊക്കെ ഉണ്ട്. ഇതാ പ്രിയൂർ ഇവിടെതാ ഈ വലിയ നല്ല ഇത്രയും നല്ല നല്ല പ്രിയൂര് 800 ഉള്ളൂ. ഇത് 800 ഉള്ളൂ. ഇത്രയും വലുത്. ഇതിന്റെ വലിപ്പം കണ്ടില്ല, നല്ല വണ്ണം കണ്ടില്ലേ. ഇത് 800. ഇത് പ്രിയൂറാണ്. മറ്റേ കുളമ്പാണ്. ആ മാറ്റം 500 ഉള്ളൂ. കുളമ്പ് ഒരു സാറില്ല. 500 ഉള്ളൂ. അടുത്ത വർഷം കായ്ക്കേണ്ട NIT 500 രൂപ. ഇത്രയും വലുത് അടുത്ത വർഷം കായ്ക്കുന്ന നല്ല വണ്ണുള്ളത്. ഇനി വേണ്ട ഇതിന് ചെറുതുകൊണ്ട് അപ്പൊ 200 ഉണ്ട്. 200 പുതിയ നല്ല തൈ ഉണ്ട്. അപ്പൊ എന്താ വെച്ചാല് ഒരു 2 വർഷം കൂടി കഴിയും. ഇത് അടുത്ത വർഷം കായ്ക്കുണ്ടാകുമ്പോ പിറ്റത്താകുമ്പോ 2 വർഷം കൂടിയും കഴിയും. അതീ വലിപ്പം വരുള്ളൂ. ഇതാണ് 200 രൂപ. 250 വിൽക്കുണ്ടാണ് ഇപ്പൊ 200 കൊടുക്കുന്നുണ്ട്. NIT തന്നെ അതൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഇല്ലേ? അതുണ്ട്. NIT ഇഷ്ടം പോലെ. കുള്ളങ്കോങ്ങ് പുതിയ എത്തിയുണ്ട്. കുള്ളങ്കോങ്ങ് നല്ല കടവണ്ണൊക്കെ നല്ല സൈസ് 70 രൂപ. അതിന് ചെറുതുകൊണ്ട് 30 ഉണ്ട്. അതായത് ഇൻഡസ്ട്രി കുള്ളം എന്ന് പറഞ്ഞ സാധനം ഇന്റർമംഗളം. അതിന്റെ ചെറുത് കൊണ്ടൊക്കെ അത് 30 ഉള്ളൂ. ഇത്രയും വലുത് 30 രൂപ ഉള്ളൂ. എന്താ അത് മോയിനറും കാസർഗോഡും ഉണ്ട്. വേണമെങ്കിൽ കാസർഗോഡ് കറുത്ത കവർ ഉണ്ടാവും. എന്താ കാസർഗോഡ് ഈ വലുപ്പം കാസർഗോഡും വലുതുമാണ് ഉണ്ട് കേട്ടാ. പുതിയ വെന്റിയിലുണ്ട്. അത് അതായത് ഈ സൈസ് കവറാകുമ്പോ 30, കുറച്ച് വലിയ കവറാകുമ്പോ 70 രൂപ. അപ്പൊ ഞങ്ങള് നൗഷാദ് കഴിഞ്ഞ് ഇവിടെ നിന്ന് സെറ്റ് ആവാൻ പോവാണ്. ഞങ്ങൾ വേറെ സ്ഥലമൊക്കെ നോക്കി അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ഇൻഷാല്ലാ അടുത്ത ആ സെറ്റിങ് അവിടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യേണ്ടത് വേണി കാണിക്കാം. ഒന്ന് നിങ്ങളെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് പിന്നെ വേറെ സ്ഥലം കൂടി നോക്കണ്ട. വേറെ കാരണം ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെക്കാണ്ട്. അപ്പൊ ഒന്നും കൂടി കാരണം നമ്മളിവിടെ ഇവിടെ നമ്മളെന്താ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബർക്ക് നമ്മളെ കാണുന്നവർക്ക് ഒന്നുകൂടി വേണം ഇവിടെ കാട്ടി കൊടുക്കുക. കാരണം ഇപ്പൊ നമ്മളവിടെ അത്രയും പണിയെടുത്തിട്ട് നമുക്ക് അവിടെ സാധനം വെക്കാനുള്ള സ്ഥലം എപ്പോഴും പരിപാടി. ഇത് നമ്മള് SP-ന്റെ ഡ്രമ്മാണ്. ഇത് കുറച്ച് വില ഉണ്ട്. ഇത് നമുക്ക് ഇതിപ്പോ നമ്മളിപ്പോ മറ്റുള്ള ഡ്രമ്മിനെ അപേക്ഷിച്ച് നോക്കുമ്പോ നമ്മള് ഇതുണ്ടല്ലോ, ഇത് ഈ വക്ക് എത്ര വെച്ചാലും നമ്മൾ ഇത് കോടണില്ല. ഇത് നമുക്ക് ഈ HP-ന്റെ ഡ്രം ആകുമ്പോ ചിറ്റേണ്ട ആവശ്യമില്ല. എത്ര വെയിലത്തും വെക്കാം. വെയിലത്തും വെക്കാം. ഗ്യാരണ്ടിയാണ്. കാരണം കോടണില്ല. ആ സ്ഥാനത്ത് വേറെ ഉള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ആ കോട്ടട വരുന്നുണ്ട്. ഇതിപ്പോ ആ ടൈപ്പൊക്കെ അതാ നീല അതൊക്കെ ആകുമ്പോ വെയിലത്ത് കൂടുതൽ വെക്കാൻ പറ്റില്ല തോന്നുന്നു. വെയിലത്ത് ഇതല്ല ചെറിയ അങ്ങോട്ടും ഒന്ന് നിളക്കം ബെൻഡ് വരും.
അപ്പൊ ആ സൈസിന് നമ്മൾ ബെൻഡ് ഇട്ട് കണ്ട കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ബെൻഡ് ഇടാതെയാണ്. ഇത് 450 റുപ്യാണ് ബെൻഡ് ഇടാതെ. അതായത് ആ പൈപ്പ് ഇതുകൊണ്ട് നമ്മൾ റിങ് ഇടാതെ. ഈ സാധനം ഇടാതെ. മറ്റേ ഇത് റിങ് ഇട്ടാല് 800 ആയി. ഈ റിങ് ഇടുന്നത് ബെൻഡ് വണ്ടിരിക്കാനല്ലേ? അപ്പൊ അതിന് ആവശ്യമില്ലല്ലോ മറ്റേന് അതിന്റെ ആവശ്യമില്ല. പിന്നെ അഥവാ നമ്മളിപ്പോ ഈ ചിലര് ഇങ്ങനെ പറയുന്നുണ്ട് ഐസ്പിന് റമ്മ് വേണം, അതിന് റിങ് ഇട്ട് ചോദിച്ചു കൊടുക്കും ചെയ്യും. അതിന് കൊടുക്കും ചെയ്യും. അപ്പൊ അതിന്റെ ആ റിങ്ങിന്റെ പൈസയും കൂടും. നമ്മളെ മൾട്ടി ഷീറ്റ്, നമ്മള് പുല്ല് പൊന്താതെക്കാൻ വേണ്ടി ഗാർഡനിലൊക്കെ വീശണ ഷീറ്റ് 2 മീറ്റർ വീതിയാണ് ഇത് ഉണ്ടാകുക. നീളം നമുക്ക് 100 മീറ്ററിന് റൂളുണ്ട്. പിന്നെ എത്ര വേണ്ടി മുറിച്ച് തരും ചെയ്യും. ഇതാണിട്ടാ പിന്നെ പുല്ല് വരൂല്ല. അതിലിങ്ങനെ ആവശ്യത്തിന് ഇത് നല്ല ക്വാളിറ്റി ഉള്ള. ഇതിലിപ്പോ എന്താ വെച്ചാൽ ചെറിയൊരു മാറ്റമുള്ള ഒരു 7-8 റുപ്യ മീറ്ററുമ്പോൾ കുറഞ്ഞുണ്ട്. ഇതാകുമ്പോൾ 5,500 റൂള്. മറ്റേ 4,750 റൂൾ എടുക്കുമ്പോൾ 100 മീറ്റർ. നല്ല സൈസ്. ഇത് നല്ല എടുക്കും. നമ്മൾ ബാങ്കിൽ നിന്ന് അതിനായിട്ട് കൊണ്ടുവരണതാണ്. ഇത് അവിടെ തന്നെ കുറഞ്ഞുണ്ടാവില്ല 4. പക്ഷെ അത് മീറ്ററിന് 50, ഇത് മീറ്ററിന് 60 റുപ്യ ആവും. ഒരു മീറ്റർ എടുക്കുമ്പോ 60. 10 രൂപ വ്യത്യാസമുള്ളൂ ആ മാറ്റം.